ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാരക്ടർ കോമ്പിനേഷനാണ്, പവർഫുൾ ക്യാരക്ടർ കോമ്പിനേഷനാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പറ്റിയ ക്യാരക്ടർ കോമ്പിനേഷനാണ് ഗായ്സ്. നമുക്ക് റഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റഷറിന് പറ്റിയ ക്യാരക്ടർ കോമ്പിനേഷൻ, സോൺ പുഷറാണെങ്കിൽ സോൺ പുഷറിന് പറ്റിയ ക്യാരക്ടർ കോമ്പിനേഷൻ, മൂവ്മെൻറ്റ് സ്പീഡിൻ്റെ ആൾക്കാരാണെങ്കിൽ മൂവ്മെൻറ്റ് സ്പീഡിന് പറ്റിയ ക്യാരക്ടർ കോമ്പിനേഷൻ നമ്മൾ നോക്കുന്നുണ്ട് ഗൈസ്. ഹെഡ് ഷോട്ടിനാണെങ്കിൽ ഹെഡ് ഷോട്ടിന് നമ്മൾ നോക്കുന്നുണ്ട് ഗൈസ്. അപ്പം വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും നമ്മളെ ചാനൽ മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കാര്യങ്ങളും ചെയ്യുക. എത്രക്കും വീഡിയോ ഇട്ടിട്ടാരും ലൈക്കും സബ്ബും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്ബും ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ക്യാരക്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ഗണ്ണിലും കാര്യങ്ങളിലും നമുക്ക് നല്ലോണം മൂവ്മെൻറ്റ് സ്പീഡിൽ എല്ലാവരും പറഞ്ഞ് ഓർക്ക് കാണാൻ പോലും പറ്റില്ല. നമ്മൾ വേഗം തന്നെ കില്ലും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ കോഡ ക്യാരക്ടറാണ് ഗൈസ്, കോഡയാണ്. അപ്പോൾ കോഡ നമുക്ക് വേഗം തന്നെ എനിമീസിനെ കാണാൻ പറ്റുന്നുണ്ടാവും, എന്നിട്ട് ഓൻ്റെ മേത്തേക്ക് പോയി ചാടാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അടുത്ത ക്യാരക്ടർ എന്ന് വെച്ചാൽ കാരലിയോ പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ കാരലിയോ നമുക്ക് ഷോർട്ട് ഗണ്ണിൽ നല്ലോണം മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളും തരും. അപ്പോൾ അടുത്ത ക്യാരക്ടർ ഏതാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജോസഫും കാര്യങ്ങളാണ് ഗൈസ്. ജോസഫ് നമ്മൾ മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളും കിട്ടും. പിന്നെ നമ്മളെ നീറോ ചെലന്തി അങ്ങനത്തെ വല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതും നമ്മളെ മേത്തേക്ക് ഏൽക്കില്ല ഗൈസ്, വേസ്റ്റ് ആയി പോകുന്നുണ്ടാവും. അടുത്ത ക്യാരക്ടർ നമ്മളെ ജോട്ടയാണ് ഗൈസ്. പിന്നെ പെറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു MR വേജറോ അങ്ങനത്തെ എന്തൊരു പേരുള്ള പെറ്റാണ് ഗൈസ്. 2 ഗ്ലൂകൾ എക്സ്ട്രാ ആയിട്ട് തരും തോന്നുന്നു, അതാണ് നമ്മളെ ക്യാരക്ടറിൻ്റെ പവർ. ഈ പെറ്റിൻ്റെ പവർ അതാണ് ഗൈസ്. അപ്പോൾ അടുത്ത ക്യാരക്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റഷറാണെങ്കിൽ റഷറിന് പറ്റിയ ക്യാരക്ടർ കോമ്പിനേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടട്സി തന്നെയാണ് ഗൈസ്. റഷറിന് പറ്റിയ ആക്റ്റീവ് ക്യാരക്ടർ നമ്മൾ ടട്സിയാണ്. പിന്നീട് വരുന്ന ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റഷറിന് പറ്റിയ ക്യാരക്ടർ നമ്മൾ ഓത്തുമാണ് ഗൈസ്. നമ്മൾ വേഗം റഷ് ചെയ്ത് ഓരോ എടുത്തേക്ക് പോകുന്ന ടൈമിൽ ഓർക്കും കാര്യങ്ങളും മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളും കുറയുന്നുണ്ടാവും. അപ്പോൾ അടുത്ത ക്യാരക്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്യാരക്ടർ നമുക്ക് നല്ലോണം കില്ലും കാര്യങ്ങളും റഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യാരക്ടർ തന്നെയാണ്. നമ്മളെ വൂൾഫറ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗൈസ്. വൂൾഫറ സീനാണ് ഗൈസ്, ഞാനെപ്പോഴും വൂൾഫറാണ് വെക്കാറ്. ഹെഡ് ഷോട്ടും കാര്യങ്ങളും കിട്ടും തോന്നുന്നു വൂൾഫറൊക്കെ. പിന്നെ അടുത്ത ക്യാരക്ടർ ഏതാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോട്ട തന്നെയാണ് ഗൈസ്. ജോട്ടനെ കുറിച്ച് പറയാൻ വേണ്ട, വേഗം തന്നെ കില്ലും കാര്യങ്ങളും എടുത്ത് അപ്പം തന്നെ നമുക്ക് HPയും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ റഷറിന് പറ്റിയ ക്യാരക്ടർ ഗൈസ്. അപ്പോൾ ഇനി പെറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നോക്കാൻ പോകണം ഹെഡ് ഷോട്ടിന് പറ്റിയ ക്യാരക്ടർ കോമ്പിനേഷനാണ്. അത് കേൾക്കണ മുമ്പ് എല്ലാവരും നമ്മളെ ചാനൽ മസാജ് സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ആക്റ്റീവ് ക്യാരക്ടർ നമ്മളെ വുങ്കോങ് ആണ് ഗൈസ്. പിന്നീട് വരുന്ന ക്യാരക്ടർ നമ്മളെ DB ആണ് ഗൈസ്. DBനെ കുറിച്ച് പറയാൻ വേണ്ട, DB നല്ലോണം മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളും തരും, പിന്നെ ഹെഡ് ഷോട്ടും കാര്യങ്ങളും കൊടുക്കാനും പറ്റും. അപ്പോൾ ഇനി അടുത്ത ക്യാരക്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ക്യാരക്ടർ നമുക്ക് ഡാഷാണ് ഗൈസ്. ഡാഷിനെ കുറിച്ച് പറയാൻ വേണ്ട, നമുക്ക് റേറ്റ് ഓഫ് ഫയർ ഒറ്റ കൂട്ടി തരും തോന്നുന്നു, ഫയർ റേറ്റ് കൂട്ടുന്നു ഗൈസ്. നമുക്ക് വേഗം തന്നെ എനിമീസിനും കൂടി ഹെഡും കാര്യങ്ങളും കൂട്ടാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അടുത്ത ക്യാരക്ടർ ഏതാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വൂൾഫറ തന്നെയാണ് ഗൈസ്. വൂൾഫറ ഞാൻ പറഞ്ഞല്ലോ, ഹെഡ് ഷോട്ടും കാര്യങ്ങളും കൂട്ടുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് വൂൾഫറ. പിന്നെ ഇനി അടുത്ത ക്യാരക്ടർ നോക്കാൻ പോകുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോൺ പുഷിങ് പവർഫുൾ ക്യാരക്ടറാണ് ഗൈസ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പെറ്റ് വെക്കണ്ട ഗൈസ്. ഡെർക്കി എന്ന് പറഞ്ഞ പെറ്റാണ് ഗൈസ്. ഇത് നമുക്ക് 1v4 കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കോമ്പിനേഷനാണ് ഗൈസ്. BRലും വർക്കാവും ഗൈസ്. അപ്പോൾ ഇനി അടുത്ത ക്യാരക്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതിന് മുമ്പ് എല്ലാവരും നമ്മളെ ചാനൽ മസ്റ്റ് സബ് ചെയ്യുക ഗൈസ്. അടുത്ത ക്യാരക്ടർ നമ്മളെ മൂവ്മെൻറ്റ് സ്പീഡ് ക്യാരക്ടർ കോമ്പിനേഷനാണ് ഗൈസ്. അപ്പോൾ മൂവ്മെൻറ്റ് സ്പീഡിന് പറ്റിയ ആക്റ്റീവ് ക്യാരക്ടർ നമ്മളെ അലോക്കും കാര്യങ്ങളും കാണി. അപ്പോൾ ചിന്തിക്കുക വേണ്ട, അലോക്കിനെ തന്നെ വെച്ചാൽ മതി ഗൈസ്. വേറെ ഒരു ക്യാരക്ടറും വെച്ചിട്ട് അല്ല, മൂവ്മെൻറ്റ് സ്പീഡിന് അലോക്ക് തന്നെ വേണം ഗൈസ്. അപ്പോൾ അലോക്കിനാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അലോക്കിനെ വെച്ച് അലോക്കാണ് നമ്മളെ ആക്റ്റീവ് ക്യാരക്ടർ ഗൈസ്. പിന്നെ പാസീവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസീവും കാര്യങ്ങളും വെക്കുകയാണെങ്കിൽ നമ്മളെ കെല്ലി തന്നെ ഗൈസ്. കെല്ലിയാണ് നമ്മളെ പാസീവ് ക്യാരക്ടർ ഗൈസ്. അപ്പോൾ പാസീവ് ക്യാരക്ടർ നമ്മൾ കെല്ലിനെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ക്യാരക്ടർ ഏതാ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്യാരക്ടർ വെക്കുക നമ്മളെ ജോസഫാണ് ഗൈസ്.
ജോസഫിനെ കുറിച്ച് പറയാൻ വേണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളും കിട്ടും, പിന്നെ ഇമ്മ്യൂൺ പവറും കിട്ടും പറഞ്ഞല്ലോ. പിന്നെ അടുത്ത ക്യാരക്ടർ ഏതാ വെച്ചാൽ മൂവ്മെൻറ്റ് സ്പീഡിന് പറ്റിയ ക്യാരക്ടർ തന്നെയാണ് ഗൈസ്. അടുത്ത ക്യാരക്ടർ നമുക്ക് നോക്കാം ഗൈസ്. അടുത്ത ക്യാരക്ടർ ഏതാ വെക്കേണ്ടതെന്ന് ഇപ്പോൾ നോക്കാം. അപ്പോൾ അടുത്ത ക്യാരക്ടർ വൂൾഫർ നമുക്ക് വെക്കാൻ പറ്റും, പക്ഷേ നമുക്ക് വൂൾഫർ വെക്കണോ ഗൈസ്? വൂൾഫർ അല്ലാതെ വേറെ ക്യാരക്ടർ നമുക്ക് നോക്കുകയാണെങ്കിൽ, വൂൾഫർ അല്ലാതെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ഈ ഒരു പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാരലിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടല്ലോ ഗൈസ്. അതാണ് നമ്മൾ പറഞ്ഞല്ലോ, ഇത് റൂമും കാര്യങ്ങളും കളിക്കുമ്പോൾ ഈ ക്യാരക്ടർ കോമ്പിനേഷൻ പക്കാ റിയലാണ് ഗൈസ്. നല്ലോണം കില്ലും കാര്യങ്ങളും ആൾക്കാർ നമ്മളെ കാണാൻ പോലും പറ്റില്ല, മൂവ്മെൻറ്റ് സ്പീഡാണ് ഗൈസ്. പിന്നെ അടുത്ത് വരുന്ന നമ്മളെ പെറ്റും കാര്യങ്ങളാണ്. പെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്ലാഷ് പറഞ്ഞൊരു പെറ്റ് തന്നെയാണ് ഗൈസ്, ഫ്ലാഷ്. അപ്പോൾ ഫ്ലാഷ് വെക്കാം ഗൈസ് നമുക്ക്. ഫ്ലാഷിന് എന്തൊക്കെയോ പവർ ഉണ്ട് തോന്നുന്നു ഗൈസ്. ഞാൻ ഫ്ലാഷിനാണ് വെക്കണം, എന്തോ പവർ ഉണ്ട് ഗൈസ്, അതിന് നല്ലൊരു പവറാണ്. അപ്പോൾ അടുത്ത ക്യാരക്ടർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൺ പുഷിംഗ് ആണ്. അത് പറയുന്നതിന് മുമ്പ് എല്ലാവരും നമ്മളെ ചാനൽ മസ്റ്റ് സബ് ചെയ്യുക. ഇത്രക്കും വീഡിയോസ് ഇട്ട് ആരും സബ്ബും ലൈക്കൊന്നും ഇല്ല ഗൈസ്, അതിനൊന്നും സബ്ബുള്ളൂ. എല്ലാവരും ലൈക്കും സബ്ബൊക്കെ ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത ക്യാരക്ടർ നമ്മൾ സോൺ പുഷിംഗ് ക്യാരക്ടർ, പവർഫുൾ ക്യാരക്ടറാണ് ഗൈസ് ഇത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്യാരക്ടർ ആക്റ്റീവ് ക്യാരക്ടറാണ് ഗൈസ്. പിന്നീട് വരുന്ന ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജെർസി പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ്. നമുക്ക് സോൺ പുഷിങ്ങിൽ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ വെറുതെ കിട്ടുന്നതായിരിക്കും. കില്ലെടുത്താൽ തന്നെ നമുക്ക് 100 ഉറുപ്പ്യ വെച്ച് കിട്ടുന്നതായിരിക്കും. നല്ല പവർഫുൾ ക്യാരക്ടർ തന്നെയാണ് ഗൈസ് ജെർസി. പിന്നെ അടുത്ത ക്യാരക്ടർ ഏതാന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ക്യാരക്ടർ നമ്മളെ മാക്സിം ക്യാരക്ടറാണ്. മാക്സിമിനെ പറയേ വേണ്ടാലോ, വേഗം തന്നെ മെഡും കാര്യങ്ങളും നമുക്ക് അടിക്കാൻ പറ്റുന്ന ക്യാരക്ടറാണ് ഗൈസ് നമ്മളെ മാക്സിം. പിന്നെ മാക്സിമം വെച്ച് അടുത്ത ക്യാരക്ടർ എൻ്റെ അടുത്ത് ഇല്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ് അടുത്ത ക്യാരക്ടർ. അപ്പോൾ അടുത്ത ക്യാരക്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്യാരക്ടർ ഒരു മിഷ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമുക്ക് വണ്ടിയിൽ നിൽക്കുന്ന ടൈമിൽ അടിയും കാര്യങ്ങളൊന്നും കിട്ടൂല ഗൈസ്, അങ്ങനത്തെ ഒരു പവറാണ് ഈ മിഷക്കുള്ളത്. അടിയും കാര്യങ്ങളൊന്നും കിട്ടൂല, നല്ല പവർഫുൾ ക്യാരക്ടർ തന്നെയാണ്. വണ്ടിയിൽ നിൽക്കുമ്പോൾ വേഗം തന്നെ വണ്ടിയും കാര്യങ്ങളും സ്പീഡിൽ ഓടിക്കാനും പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ മേടിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ വീട് ഇത്രേ ഉള്ളൂ. എല്ലാവരും നമ്മൾ ഈ ക്യാരക്ടർ കോമ്പിനേഷൻ വെച്ച് നോക്കുക. വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവരും